പല രീതിയിൽ തന്നെ കുഞ്ഞു കുട്ടികൾ അക്രമങ്ങളിലും അതുപോലെ വലിയ ആപത്തുകളിലും ചെന്നുപെടുന്ന ഒരു കാലമാണിത്. അക്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നടി അനുമോൾ പങ്കുവച്ച ഒരു ചിത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന രീതിയിലേക്ക് മാറുന്നത്. ഒരു കൊച്ചു ചെറുപ്പക്കാരൻ്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് അനുമോൾ കുറിച്ച കുറിപ്പാണ് എല്ലാവരെയും ചിന്തിപ്പിക്കുന്നത്. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ചിത്രമാണ് അനുമോൾ പങ്കുവച്ചിരിക്കുന്നത്. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകനെ 4 പേർ ചേർന്ന് തലയ്ക്കടിച്ച് കൊന്നിരിക്കുന്നു. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു അവൻ. അച്ഛനും അമ്മയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു കുടുംബം. വീടിൻ്റെ പ്രതീക്ഷയായിരുന്നു ഒരു ജീവൻ ഇങ്ങനെ അവസാനിച്ചു. പക്ഷെ അതിൽ വേദനാകരമാവുന്നത് എന്താണെന്നറിയാമോ? സമൂഹം മിണ്ടാതിരിക്കുന്നത് കാണുമ്പോഴാണ്. ആരും ചോദിക്കുന്നില്ല, ആരും പ്രതിഷേധിക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതം നോക്കാനും വിമർശിക്കാനും സമയം ഒരുപാടുണ്ട്. പക്ഷേ ഒരു 18 വയസ്സുകാരൻ്റെ ജീവൻ പോയപ്പോൾ ആ വേദനയെക്കുറിച്ച് സംസാരിക്കാൻ പലർക്കും സമയമില്ല. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നതിനാലാണോ ഈ നിശബ്ദത? ഒരു മനുഷ്യൻ്റെ ജീവൻ ഇത്ര വിലയേ ഉള്ളൂ. നമ്മളിന്ന് മിണ്ടാതിരിക്കാൻ നാളെ മറ്റൊരു 18 വയസ്സുകാരൻ കൂടി ഇങ്ങനെ കൊല്ലപ്പെടും. അപ്പോൾ കൂടി സമൂഹം മിണ്ടാതിരിക്കുമോ? ഇതാണ് അനുമോൾ ആ കുഞ്ഞിൻ്റെ ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് ചോദിച്ചത്. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ അങ്ങോട്ട് പലരും വളരെ മൃഗീയമായി കൊല്ലപ്പെടുന്ന കാലം ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല. നമ്മളിൽ പലർക്കും സോഷ്യൽ മീഡിയ പോസ്റ്റ്, സ്റ്റോറി, കമൻറ്റ് എന്നിവയിലൂടെ അനുശോചനം അറിയിക്കാനും വിലപിക്കാനും വികാര പ്രകടനം നടത്താനും മാത്രമേ പറ്റുള്ളൂ. അതും കുറച്ച് ഹാഷ്ടാഗുകൾ വെച്ച്. ഈ ക്രൂരത ചെയ്യുന്നവനെ വിലങ്ങണിയിച്ചു കൊണ്ടുപോയി ജയിലിൽ തീറ്റ കൊടുത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് നീതി. ആശ്വസിച്ച് അടുത്ത ഇരയ്ക്ക് വേണ്ടി പോസ്റ്റ് ഇടേണ്ട അവസ്ഥയിൽ കാര്യങ്ങൾ മാറും. ഇറ്റ്സ് എ ലൂപ്പ്. അതൊരു സത്യം തന്നെയാണ്. യഥാർത്ഥ പ്രശ്നങ്ങൾക്കായി മറ്റുള്ളവരുടെ ജീവിതം ചർച്ച ചെയ്യാനാണ് പലർക്കും കൂടുതലും താല്പര്യം. എല്ലാവർക്കും വളരെയധികം മറ്റുള്ള ജീവിതത്തിലേക്ക് ഇടപെടണം. അല്ലാതെ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യേണ്ടി വരില്ല. ഇങ്ങനെയുള്ള ക്രൂരതകൾ നടക്കാതിരിക്കട്ടെ എന്ന് ധന്യ മേരി വർഗീസ് അടക്കമുള്ള പല താരങ്ങളും ഇതിന് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അനുമോൾ പങ്കുവച്ചത് വളരെയധികം തന്നെ വിശദമാക്കുന്നൊരു കാര്യമാണ്. പലർക്കും പല രീതിയിലാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ ഇഷ്ടം. എന്നാൽ ഭൂരിഭാഗം പേരും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുവഴി ഓരോരുത്തരെ എങ്ങനെ ഇല്ലാതാക്കാമെന്നും അവരെ എങ്ങനെ അപമാനിക്കാമെന്ന തരത്തിലേക്കും നീങ്ങാറുണ്ട്. പ്രത്യേകിച്ച് സെലിബ്രിറ്റി ജീവിതം ജീവിക്കുന്നവർക്ക് അവർക്ക് വളരെയധികം ഇത് ബുദ്ധിമുട്ടായി മാറുന്നുമുണ്ട്. പ്രേക്ഷകരെല്ലാവരും അത് കാണുന്നുമുണ്ട്. ഇപ്പോൾ തന്നെയാണ് നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത് എന്ന് പറയാം. ആരാധകരുടെ പ്രീതി വളരെയധികം പിടിച്ചു പറ്റുന്ന ഒരു വാർത്തയാണിത്. കാരണം അനുമോൾ ഇത്തരത്തിൽ പ്രകടമാക്കുമ്പോൾ അനുമോളിലൂടെ തന്നെ ഉണരുന്ന പല ചിന്തകളുണ്ട്. ഇത് അനുമോൾ പറഞ്ഞതുകൊണ്ട് ഇത്രയും പേരുടെ അരികിലെത്തി എന്ന് മാത്രമാണ് ഇപ്പോൾ ചിന്തിക്കാൻ സാധിക്കുന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് വളരെയധികം നല്ല കാര്യമായി തോന്നുന്നുവെന്നും അത് അനുമോൾ മുന്നോട്ട് കൊണ്ടുവന്നത് തന്നെ അഭിനന്ദനം ചെയ്യുന്ന കാര്യമാണെന്നും പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.